കുളപ്പുള്ളിയിൽ നിർമ്മിച്ച ഗാന്ധി സ്ക്വയർ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. റിപ്പബ്ലിക് ദിനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ ഗാന്ധി സ്ക്വയർ നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി കുളപ്പുള്ളിയിൽ നിർമ്മിച്ച ഗാന്ധി സ്ക്വയർ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. റിപ്പബ്ലിക് ദിനത്തിൽ രാവിലെ ഷൊർണൂർ നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് പി നിർമ്മല പ്രതിമ അനാച്ഛാദനം ചെയ്തു. അടിമത്തത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് വേണ്ടി അർത്ഥവർഗക്കാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ശേഷം ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഗാന്ധിജി എന്നത് ഒരു വ്യക്തിയല്ല, അതൊരു മനോഭാവമാണ്. സത്യത്തിന് വേണ്ടിയും സാഹോദര്യത്തിന് വേണ്ടിയും അഹിംസയിലൂടെ പ്രവർത്തിക്കുക, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹിംസ എന്നതിലൂടെ പ്രവർത്തിക്കുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഗാന്ധിജി മുന്നേറിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഈ അരാജകത്വം നിലനിൽക്കുന്ന അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ മറ്റുള്ള രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഷൊർണൂർ നഗരസഭയ്ക്ക് വേണ്ടി നെഹ്റു കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസാണ് ഗാന്ധി പ്രതിമ നിർമ്മിച്ചു നൽകിയത്. ചേരാസ് രവിദാസാണ് പ്രതിമയുടെ ശില്പി. ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി. നഗരസഭാ കൗൺസിലർമാരായ സിനി മനോജ്, ഗീത, സതീഷ്, മുൻ വൈസ് ചെയർമാൻ ആർ സുനു, കൃഷ്ണദാസ്, സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു സന്ദേശമായി ഷൊർണൂർ മുഴുവൻ പടരട്ടെയെന്ന് ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിച്ച അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ പറഞ്ഞു. ഇവിടെ കൂടിയിരിക്കുന്ന പ്രത്യേകിച്ച് മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് നിർമ്മല മാഡത്തിന് അതിനായി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കൗൺസിലേഴ്സിന് നന്ദി രേഖപ്പെടുത്തുന്നു. പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസിൻ്റെ മറ്റു ആളുകൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടുത്തെ പൗരപ്രമുഖർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രദേശത്തെ എല്ലാ സ്നേഹം നിറഞ്ഞ ആളുകൾക്കും ഈ വേളയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതൊരു സന്ദേശമായി ഷൊർണൂർ മുഴുവൻ പടരട്ടെ. അനാച്ഛാദന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ.